നാട്ടുകൾ വിഷൻ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ. LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. മലപ്പുറം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി വി വസീഫിനെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി ആലിപ്പറമ്പ് കിഴക്കുമുറി പെരുമ്പാലപ്പാറ ഭാഗത്ത് LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കർഷക സംഘം പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി അംഗം കെ വാസുദേവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്നതുമായ ഒരു പൊതു തെരഞ്ഞെടുപ്പാണ് നടക്കാനിരിക്കുന്നത്. കേരളത്തിൽ ഏപ്രിൽ 26-നാണ് നടക്കുന്നത്. അപ്പോൾ പല ഘട്ടങ്ങളിലായിട്ട് ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ഈ പൊതു തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ജനാധിപത്യം നമ്മളെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മൾ ഇതുവരെ ജനാധിപത്യ രീതിയിലുള്ള ഒരു ഭരണക്രമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ജനാധിപത്യവും മതേതരത്വവും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഫെഡറൽ സ്വഭാവവും നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മളെ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ തരത്തിൽപ്പെട്ട മതവിഭാഗങ്ങളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖുകാരും പാഴ്സികളും എല്ലാം ഒരേ രീതിയിൽ നമ്മൾ സ്വസ്ഥതയോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ രാജ്യം ഈ തെരഞ്ഞെടുപ്പിൽ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിലായിരിക്കണം നമ്മുടെ ഭരണം ഇനി ഉണ്ടാകേണ്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ പൊതു തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ്റാണ്. 10 കൊല്ലമായി നരേന്ദ്രമോദിയും BJPയും ഇന്ത്യ രാജ്യം ഭരിക്കാൻ തുടങ്ങിയിട്ട്. അതിനു മുമ്പ് തുടർച്ചയായിട്ട് ജവഹർലാൽ നെഹ്റു മുതൽ ഉണ്ടായി. അപ്പോൾ ഇവരുടെ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം കുറേയധികം വികാസം പ്രാപിച്ചു. എന്നാൽ കഴിഞ്ഞ ഒരു 10 കൊല്ലക്കാലമായിട്ട് നമ്മുടെ രാജ്യത്ത് ഈ ജനാധിപത്യം ഇതേ രീതിയിൽ തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇനിയും 5 കൊല്ലം കൂടുമ്പോൾ നമ്മളെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ലോക്കൽ കമ്മിറ്റി അംഗം TK ഹംസ, K വിമലൻ, പിലാക്കൽ അയ്യപ്പൻ, മാനഞ്ചേരി ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. നാരായണൻകുട്ടി സ്വാഗതം പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.